ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഏകദേശം 5 സെൻറ്റ് വരുന്ന പ്ലോട്ടിൽ ചെയ്തിരിക്കുന്ന 2 വീടുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് വേറെ ഒന്നുമില്ല, നമ്മുടെ അങ്കമാലിയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാറിയിട്ട് യൂദാവര അടുത്ത് വരുന്ന ഏരിയയിലാണ് ഈ പറയുന്ന 2 പ്ലോട്ടുകളും 2 വീടുകളും നമുക്കുള്ളത്. 2 വീടുകൾ അടിപൊളി വീടുകളാണ്. രണ്ടിലും നമുക്ക് കാർ പോർച്ച് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഏരിയ, കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഏരിയ. രണ്ടും അടിപൊളി സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്നിന് ഈ കാണുന്ന വീടിന് 68 ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത്. 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ്. ഇനി അത് കൂടാതെ തന്നെ ഓപ്പൺ ഏരിയ ഡ്രസ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നീറ്റായ വീടാണ്. കിണർ വെള്ളം കാര്യങ്ങളാണുള്ളത്. ഫ്രണ്ടേജ് തന്നെ കിണർ കാര്യങ്ങൾ നന്നായി നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ മോട്ടർ ഉൾപ്പെടെയാണ് വരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ അതിൻ്റെ ഫ്രണ്ടേജ് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നല്ല സ്ലൈഡിങ് ഗേറ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് 2 കാറുകളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാർ പാർക്കിംഗ് രീതിയിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ. അന്നേ വളരെ സിമ്പിളായിട്ട് പുറത്തേക്ക് നമുക്ക് എടുക്കാനും പറ്റുന്ന ഏരിയകളാണ്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ബാക്ക് സൈഡ് നോക്കി അറിയാം. വീടിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ? അതായത് ഇപ്പോൾ നോക്കുന്ന വീടുകൾക്കൊന്നും ഈ ലെവലിലൊന്നും ആരും ചെയ്ത് തരില്ല. ബാക്ക് സൈഡ് നമുക്ക് ഡ്രസ് വർക്ക് കാര്യങ്ങളൂടി ചെയ്ത് തന്നിട്ടാണ് ഈ പറയുന്ന റേറ്റ് നമ്മളോട് പറയുന്നത്. 68 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇനി രണ്ടാമത്തെ വീട് നമുക്കൊന്ന് പരിചയപ്പെടാം. രണ്ടാമത്തെ വീട്, ആദ്യത്തെ വീട് പറയുന്നത് 5 സെൻറ്റിന് തൊട്ട് താഴെ വരുന്നത് 3 ബെഡ്റൂമും കൂടി വരുന്നതിന് 68 ലക്ഷം രൂപയാണ് ചോദിച്ചതെങ്കിൽ അടുത്ത വീട് വരുന്നത് 63 ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത്. ഈ കാണുന്ന വീടും 63 ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് നമ്മളോട്. ഇതും അതുപോലെ തന്നെ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. എൻ്റെ ഫ്രണ്ടേജ് വരുന്ന ഗേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇതും ഫ്രണ്ടേജ് തന്നെയാണ്. കിണർ കാര്യങ്ങൾ വരുന്നത് നല്ല നീറ്റായിട്ട് വെള്ളം ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഫ്രണ്ടേജ് നോക്കി അറിയാൻ പറ്റും കണ്ടോ? ഇതും അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് 2 കാറുകൾ വളരെ സിമ്പിളായിട്ട് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ. അന്ന് അങ്കമാലി ടൗണിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. അത്രയും തൊട്ടടുത്ത് ടൗണിനോടടുത്ത് NH-നോട് MC റോഡിന് തൊട്ടടുത്ത് കിടക്കുന്ന പ്ലോട്ടുകളിലാണ് ഈ പറയുന്ന വീട് നമ്മൾ സെറ്റപ്പാക്കി ചെയ്തിരിക്കുന്നത്. 2 വീടുകളും നിങ്ങൾ കണ്ടു. ആദ്യത്തെ വീട്, ഈ കാണുന്ന വീട് 68 ലക്ഷം രൂപ. രണ്ടാമത്തെ വീട് പറയുന്നത് 63 ലക്ഷം രൂപ. അപ്പോൾ ഫ്രണ്ടേജ് വരുന്ന റോഡ് കാര്യങ്ങൾ നല്ല രീതിയുള്ള റോഡ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ റോഡ് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന വീടിനാണെങ്കിലും ബാക്ക് സൈഡ് ഡ്രസ് വർക്ക് കാര്യങ്ങളെല്ലാം ഓപ്പൺ ഏരിയ ഡ്രസ് വർക്ക് കാര്യങ്ങൾ ചെയ്തേക്കുന്നിരിക്കുന്നതാണ്. അതായത് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഏരിയയൊക്കെ നമ്മൾ തുണി ഉണക്കുന്നതിനും കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഓപ്പൺ ഏരിയ വരുന്നുണ്ട്. ഓപ്പൺ ഏരിയ ഡ്രസ് വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടാണ് ഈ പറയുന്ന റേറ്റ് നമ്മൾ പറയുന്നത്. പിന്നെ അതിൻ്റെ ഗേറ്റ് സിസ്റ്റം കാണാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഏറ്റവും എൻഡിലെ വീടായതുകൊണ്ട് ഗേറ്റ് ആ കാര്യം രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ വാഹനങ്ങൾ അകത്തേക്ക് കയറ്റാനും പുറത്തേക്ക് എടുക്കാനും രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, ഈ കാണുന്ന വീടിന് പാർട്ടി ചോദിക്കുന്നത് 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ചെയ്ത് വരുന്നതിന് 68 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഈ വീടും അതുപോലെ തന്നെ 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതും ഈ വീട് ചോദിക്കുന്നത് 63 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ലോൺ സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ വീട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉള്ളൂ. അതല്ലെങ്കിൽ വിറ്റ് പോയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന വീടിനെ കുറിച്ചും ഡീറ്റെയിൽസും പ്ലോട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടു, ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ കിണറിലെ വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടു. ഈ 2 വീട്ടിലെ കിണറുകളും ഇഷ്ടം പോലെ വെള്ളം കാര്യങ്ങളുള്ള ഏരിയയാണ്. അന്ന് കണ്ണീര് പോലത്തെ വെള്ളം കാര്യങ്ങളുള്ള ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and miss me.